ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ യോഗ ചെയ്തിട്ടും സ്ട്രെച്ചിങ് ചെയ്തിട്ടും എന്തുകൊണ്ട് ബാക്ക് പെയിൻ മാറുന്നില്ല അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ വീഡിയോസിനകത്ത് നല്ലതുപോലെ സ്പൈൻ സ്ട്രെച്ചിങ് ചെയ്ത് അതിനുശേഷം ബാക്കിലോട്ട് നല്ലോണം പോകാൻ ശ്രമിക്കുകയും ഡിസ്ക് അകത്തോട്ട് പോകാനും ശ്രമിക്കുന്നതാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി നമ്മൾ തേർഡ് ഗ്രേഡിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ സ്ട്രെങ്തനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് മൂവ്മെന്റ് ചെയ്യാതെ അവിടെ ഇരിക്കണമെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം യോഗ ചെയ്യുന്നവരും സ്ട്രെച്ചിങ് ചെയ്യുന്നവരും ഒക്കെ എന്തുകൊണ്ടാണ് അപ്പൊ നമുക്ക് കുറച്ചു നേരം പെയിൻ കുറവായിരിക്കും, പക്ഷെ വീണ്ടും നല്ല രീതിയിൽ നമ്മൾ പഴയതുപോലെ ആവാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ ഫിസിക്കലി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല, കാരണം ഓടാൻ പറ്റുന്നില്ല, ഫിസിക്കലി നമ്മൾ ഫിറ്റ് അല്ല, പക്ഷെ പെയിൻ കുറവുണ്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പൈനൽ കോഡ് സ്ട്രെച്ച് ചെയ്ത് ഡിസ്ക് ബാക്കിലോട്ടാക്കി നല്ലതുപോലെ ചെയ്തതിന് ശേഷം നമ്മളവിടെ മസിൽ ബിൽഡ് ചെയ്യുക. മസിൽ ബിൽഡ് ചെയ്താലേ അവിടെ മൂവ്മെന്റ് ഇല്ലാതെ ഡിസ്ക് മൂവ്മെന്റ് ചെയ്യാതെ അവിടെ അടങ്ങാതെ പുറത്തോട്ട് വരാതെ അവിടെ മസിൽ സ്ട്രെങ്ത് ആയിട്ടിരിക്കും. എന്നാലേ ഡിസ്കിന് മൂവ്മെന്റ് ഇല്ലാതെ നമുക്ക് ബാക്ക് പെയിൻ പൂർണ്ണമായും മാറത്തുള്ളൂ. അതിന് നമ്മൾ സ്ട്രെച്ചിങ് യോഗയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മാറണം. ഇനി നമ്മുടെ വീഡിയോസ് ഫുള്ളും ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ്, ജിം വർക്കൗട്ടുകളല്ല, എക്സസൈസുകൾ. ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ വീട്ടിൽ എങ്ങനെ ചെയ്യാം അതിനുശേഷമാണ് നമ്മൾ ജിമ്മിൽ എക്സസൈസുകൾ പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീടുകളിൽ എങ്ങനെ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ്. ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഗായ്സ്.